ഓക്കെ, അപ്പൊ നമ്മള് എവിടെ വരെ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം മോഡിഫൈ ടൂൾസും റോ ടൂൾസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അനോട്ടേഷനിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്താണ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് രണ്ട് തരമുണ്ട്, മൾട്ടി ലൈൻ ടെക്സ്റ്റും ഉണ്ട്, സിംഗിൾ ലൈൻ ടെക്സ്റ്റും ഉണ്ട്. ഓക്കെ, ഈ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് എം നമ്മൾ ടീന്ന് അടിച്ചാൽ മതി, മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണ് വരാം. നോർമൽ ടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ് വരും. ഈ മൾട്ടി ലൈൻ ടെക്സ്റ്റിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ 2.5 ആണ്, ഒരു 10 എൻ്റർ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ക്ലോസ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ടെക്സ്റ്റ് അവിടെ വിസിബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ടി എൻ്റർ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏതൊരു സ്കെയിലിനും രണ്ട് തരം സ്കെയിലിംഗ് ആണുള്ളത്. ഏതൊരു ഒബ്ജക്റ്റിനും രണ്ട് തരം സ്കെയിലിംഗ് ഉണ്ട്, അനോട്ടേറ്റീവ് ഉണ്ട്, അസോ നമ്മളെ നോർമലും ഉണ്ട്. അപ്പൊ നോർമൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് അതിന്റെ നോർമൽ സ്കെയിലിംഗ് ആണ്. ഇവിടെ അനോട്ടേറ്റീവ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. ജസ്റ്റ് മൗസ് ഒന്ന് ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ കൊണ്ടുവരുമ്പോ കണ്ടോ, നമുക്ക് ടെക്സ്റ്റിന്റെ അനോട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇല്ല, ഇവിടെ വരുമ്പോ നമ്മൾ അനോട്ടേറ്റീവ് ടെക്സ്റ്റ് അണേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ടു അണേബിൾ ആഡ് ടു അനോട്ടേറ്റീവ് സ്കെയിലും ഷോ അനോട്ടേറ്റീവ് ഒബ്ജക്റ്റും കൂടി ഓൺ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ചേഞ്ച് വരുമ്പോ കണ്ടോ, നമുക്ക് 1:1 എത്ര റേഷ്യോ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ടി എൻ്റർ അടിച്ചു. ടി എൻ്റർ അടിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് രണ്ട് തരം ടെക്സ്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, അനോട്ടേറ്റീവ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സ്റ്റൈൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് മാച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അത് നമുക്ക് പ്രോപ്പർട്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇവിടെ ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ഓൺ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യുമ്പോൾ ബോൾഡ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് കിട്ടും. ഇനി നമ്മൾ ബേസിക് ആയിട്ട് ടെക്സ്റ്റിൽ എന്തൊക്കെ യൂസ് ചെയ്യണം ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇറ്റാലിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സിൽ നമുക്ക് അണേബിൾ ചെയ്ത് തന്നെ ഒരു ചെരിഞ്ഞ രീതിയിൽ വരും. പിന്നെ അണ്ടർലൈന്, ഓവർലൈന്, ക്രോസ്, സ്ട്രൈക്ക് ത്രൂ, പിന്നെ ഓവർലൈന്. ഇപ്പൊ നമുക്ക് 1:2 എന്നൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 1 എഴുതാം, 12 എഴുതാം. എന്നിട്ട് ഈ രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് സ്ക്വയർ ആണോ, ബോട്ടത്തിലാണോ, സബ്സ്ക്രിപ്റ്റ് ആണോ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ബി ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഓവർ കേസിലാണ് എഴുതിയത്, അതിന് അപ്പർ കേസിലൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക, ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇവിടെ അപ്പർ കേസ്, ലോവർ കേസ് എന്നൊക്കെയുള്ള പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. പിന്നെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ കൊടുക്കണം, നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെന്റർ ആണോ, ടോപ്പ് ആണോ, മിഡിലാണോ, നമ്മൾ എഴുതുന്ന ഡയറക്ഷൻ ആണ്, ബോട്ടത്തിലാണോ മിഡിലാണോ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അടുത്ത നമുക്ക് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ കറക്റ്റ് ഓർഡറിൽ 1, 2 എന്നൊക്കെ കറക്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി ഇതില് നമ്പേർഡ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നമ്പർ വരും. ഇപ്പൊ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 1 മിനിറ്റ് നമ്പറിന് ഓൺ ആക്കി വെക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിപ്പോ ബുള്ളറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്പറിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടത്, ഇപ്പൊ ബുള്ളറ്റഡ് ആണോ, ലെറ്റേഡ് ആണോ, നമ്പറിംഗ്. ലെറ്റേഡ് എന്ന് പറഞ്ഞാൽ ABCയുടെ ആയിരിക്കും കേട്ടോ, ABCയുടെ ഓർഡറിലായിരിക്കും. ഇപ്പൊ നമ്പേർഡ് കൊടുത്തു, നമ്മൾ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നമുക്ക് ആ ഓർഡറിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതാണ് നമ്മളുടെ നമ്പറിങ്. പിന്നെ ഇവിടെ നമുക്ക് പൊതുവായിട്ടുള്ളത് സിമ്പിൾസുകൾ ഉണ്ട്. ഇപ്പൊ 1:2 ഡിഗ്രി സെൽഷ്യസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ സിമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി സ്പെൽ ചെക്ക് എന്ന് പറയുന്നത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് കാണിച്ചു തരും. അപ്പൊ സ്പെൽ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് നോർമലി നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്തൊരു ടെക്സ്റ്റ് ആണ് നമ്മളെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഈ മൾട്ടി ലൈൻ ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചു, എൻ്റർ അടിച്ചു, അടുത്ത ടെക്സ്റ്റ് അടിച്ചു എന്ന് വിചാരിക്കും.
ഇതൊരൊറ്റ ടെക്സ്റ്റ് ആയിരിക്കും. മൾട്ടിപ്പിൾ ലൈനുകൾ കൂടി ചേരുമ്പോഴാണ് ഒരൊറ്റ ടെക്സ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഇപ്പൊ സിംഗിൾ ലൈൻ ആകുമ്പോഴോ DT എന്നാണ് ഷോർട്ട് കട്ട് കേട്ടോ. സിംഗിൾ ലൈൻ ആകുമ്പോൾ നമ്മൾ F8 ഇത് ഓൺ ആക്കി വെച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എടുക്കാം, ഡയറക്റ്റ് സ്ട്രൈക്ക് ത്രൂ കൊടുക്കാം. നമുക്ക് വേണ്ടത് എൻ്റർ അടിച്ച് നമ്മൾ എഴുതുമ്പോൾ ഉണ്ടോ സിംഗിൾ ലൈൻ ആയിരിക്കും. ഇതൊരു ടെക്സ്റ്റ്, ഇതൊരു ടെക്സ്റ്റ്. ഈ സിംഗിൾ മൾട്ടി ലൈനെ സിംഗിൾ ലൈൻ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് എക്സ്പ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സിംഗിൾ ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗിൾ ലൈനിന്റെ ഒക്കെ കറക്റ്റ് നമ്മിങ്ങനെ വെക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ Ctrl+1 അടിച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ടെക്സ്റ്റ് അടിച്ചു, ഇതിന്റെ ടെക്സ്റ്റ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് തരണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ അമർത്താം. അല്ലാതെ Ctrl+1 അടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് വരും. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ സിംഗിൾ ലൈൻ ടെക്സ്റ്റിന്റെ. ഇനിയിപ്പോ ഇതേ ടെക്സ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടന്റ്. അങ്ങനെ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അനോട്ടേഷനിൽ ടെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ട്. 2 തരാണ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക, സ്റ്റാൻഡേർഡ് അനോട്ടേറ്റീവ്. പറയണ്ടല്ലോ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ടെക്സ്റ്റ്, അനോട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സ്കെയിലിംഗ് വരുന്ന ടെക്സ്റ്റ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് എടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റിന്റെ ഫോണ്ട് നെയിം കൊടുക്കാം. ഫോണ്ട് റെഗുലർ വേണോ, ബോൾഡ് വേണോ, ഇറ്റാലിക് വേണോ, അത് ഇവിടെ കൊടുക്കാം. അനോട്ടേറ്റീവ് ആക്കണമെങ്കിൽ അനോട്ടേറ്റീവ് ആക്കാം. ഹൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ 50 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക്വേർഡ് എഴുതണമെങ്കിൽ ബാക്ക്വേർഡ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്സൈഡ് ഡൗൺ ഇതൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ ഫോണ്ട് നെയിമും സൈസും ഒക്കെ കൊടുത്ത് അപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഇതിൽ തന്നെ വരുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? എത്ര നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ഹൈറ്റ് നമുക്ക് 50ലേക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് വന്ന് എടുക്കുന്നുണ്ടോ ആ സ്റ്റൈല്. ഇവിടെ അല്ല ചെയ്യേണ്ടതുണ്ടെങ്കിൽ ടെക്സ്റ്റ് 1 മിനിറ്റ് നമ്മൾ ഇതില് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ആണ്, അത് മാറ്റിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കേട്ടാ. അത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മ സ്റ്റാൻഡേർഡിനാണ് മോഡിഫൈ ചെയ്തത് കണ്ട. സ്റ്റാൻഡേർഡിനാണ് നമ്മൾ 50 കൊടുത്ത് മോഡിഫൈ ചെയ്തത്. നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുത്തിട്ട് പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡിന് മോഡിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഒറിജിനൽ നഷ്ടമാവും. അപ്പൊ ഈ സ്റ്റൈൽ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടാവും. അപ്പൊ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ സ്റ്റൈൽ 1നെ ഇവിടെ കാണാൻ പറ്റൂട്ടോ. നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. കളർ കൊടുക്കലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് ഡൈമെൻഷനിങ് ഉണ്ട്. ഡൈമെൻഷനിങ്ങിൽ നമുക്ക് ക്യൂബ് ഡൈമെൻഷൻ ഉണ്ട്, ക്യൂബ് ഡൈമെൻഷനും വരുന്നുണ്ട്, നമുക്ക് നോർമൽ ഡൈമെൻഷൻ വരുന്നുണ്ട്. ക്യൂബ് ഡൈമെൻഷൻ നമുക്ക് ഇപ്പൊ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂബ് ഡൈമെൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ക്യൂബ് ഡൈമെൻഷൻ കണ്ട. ഇത് ജസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പർട്ടിക്കുലർ ഇതിൽ കാണിച്ചു തരും. ഇപ്പൊ എനിക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യൂബ് ഡൈമെൻഷൻ എടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ആ രണ്ടാമത്തെ ലൈനിൽ പർട്ടിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ മെഷർ ചെയ്യണം. നമുക്ക് ഇതിനൊക്കെ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ ഡൈമെൻഷൻ ടൂളുകൾ ഉണ്ട് കണ്ട. ഇത് യൂസ് ചെയ്യും. ഇപ്പൊ അലൈൻഡ് എടുക്കണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം. ചെരിഞ്ഞ വര നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അലൈൻഡ് യൂസ് ചെയ്യണം. പക്ഷെ ഈ ക്യൂബ് ഡൈമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? നമ്മ പർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പെട്ടെന്ന് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതല്ലാണ്ട് നമുക്കിപ്പോ മെഷർമെന്റ് എഴുതി കാണിക്കേണ്ട അളവൊന്ന് കൺഫേം ആക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂട്ടിലിറ്റീസിൽ ക്യുക്ക് എടുക്കുന്നുണ്ട് കണ്ട. ക്യുക്ക് മെഷർമെന്റ് ജസ്റ്റ് കൊണ്ടുവരണം. ടച്ച് ചെയ്യണതെല്ലാം നമുക്ക് കാണിച്ചു തരും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാതും കാണിച്ചു തരും. ആംഗിള്, ഡിസ്റ്റൻസ് എല്ലാതും. ജസ്റ്റ് ആ 2 ലൈനുകൾ തമ്മിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ 2 ലൈനുകളുടെ ഡൈമെൻഷൻ ഇതിപ്പോ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓൾഡ് വെർഷനിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. 2019-20 ഈ ക്യുക്കും കൂടി ഉണ്ടാവുക.
എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കൽ മാത്രമായിരിക്കും കേട്ടോ. നമുക്ക് ഇതിൽ നോക്കി മെഷർ ചെയ്യണം. അപ്പൊ അതിന് പകരം ഇവിടെ ക്യുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യണതൊക്കെ നമുക്ക് എന്തായിരിക്കും ഡൈമെൻഷനിൽ കാണിച്ചു തരും കേട്ടോ, യൂട്ടിലിറ്റീസിൽ. അപ്പൊ ഈ ഡൈമെൻഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. നമ്മ എന്ത് ചെയ്യണ്ട, മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഡൈമെൻഷൻ ചെയ്യാം. നമ്മ ഇത് സാധാരണ ചെയ്യാറെന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ക്യൂബ് ഡൈമെൻഷൻ യൂസ് ചെയ്യുക. നമ്മ ഇവിടെ വന്നിട്ട് തപ്പ് നോക്കണ്ടാന്ന്. ഇനി നമുക്ക് ഇത് പ്രോപ്പർ ഡൈമെൻഷനിങ് വരുന്നതിന് ലീനിയർ ഉണ്ട്, അലൈൻഡ് ഉണ്ട്. ലീനിയർ എന്നൊക്കെ പറഞ്ഞാലേ ഇതിന്റെ ഒക്കെ ഷോർട്ട് കട്ട് എന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. ലീനിയർ എന്ന് എല്ലാ ഡൈമെൻഷന്റെ ഡിയും എല്ലാ ഡൈമെൻഷന്റെ ഫസ്റ്റ് 2 ലെറ്ററും. ഇപ്പൊ ലീനിയർ ഡൈമെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ DLI എന്ന് ചേർക്കുക, അലൈൻഡ് എന്നാണെങ്കിൽ DAL. മനസ്സിലായില്ലേ? ഡൈമെൻഷന്റെ ഡിയും നമ്മ ഏത് ഡൈമെൻഷൻ പ്രോപ്പർ ഡൈമെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ടാ. ഈ ലീനിയർ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം ഡൈമെൻഷൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കലും സ്ട്രെയിറ്റ് ഡൈമെൻഷൻ ചെയ്യാൻ നമുക്ക് ഇതിനെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അലൈൻഡ് എന്ന് പറഞ്ഞിട്ട് അലൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ വരകൾ മാത്രമേ ഇതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ല? ഇനി ആംഗുലർ ചെരിഞ്ഞ വര മാത്രമല്ല, അലൈൻഡ് കൊണ്ട് നമുക്ക് സ്ട്രെയിറ്റും നമുക്ക് സ്ലോപ്പും മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ലീനിയർ കൊണ്ട് സ്ട്രെയിറ്റ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ആംഗുലർ ഉണ്ടോ, ഇവിടെ എന്ത് ചെയ്യാ, ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്യാം. ഇനി നമുക്കിവിടെ ആർക്ക് ലെങ്ത് ഉണ്ട്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിന്റെ ലെങ്ത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, ഇനി റേഡിയസ് എത്ര എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിച്ചു തരും. പിന്നെ ഡയമീറ്റർ, ഇതൊക്കെ അറിയാലോ. ഇനി ഓർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മ ഒരു ഒബ്ജക്റ്റ് വരച്ചത് ഒറിജിനിൽ നിന്ന് എത്ര എക്സിക്ക് എത്ര വൈക്കാണ് ആ പോയിന്റ് നിൽക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ക്ലിയർ ആയില്ല? അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഒരു ലൈൻ എടുത്തു നമുക്ക് സ്പെസിഫൈ ചെയ്ത പോയിന്റ് ഞാൻ 0 ക്ലിക്ക് ചെയ്യണതിന് പകരം നമുക്ക് ഇങ്ങനെ എക്സും വൈയും കൊടുത്ത് ചെയ്യട്ടാ. 0,0 കൊടുത്ത് കറക്റ്റ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഒറിജിനിൽ ഞാനൊരു 100 എൻ്റർ അടിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇത് ഈ ഒരു ലൈന് 100 എന്നൊക്കെ പറഞ്ഞ ഓക്കെ, ഞാൻ യൂസേഴ്സ് ഐക്കൺ ഓഫ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് 100 നമുക്കൊരു ലൈൻ എടുത്തു. 0 സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ ജസ്റ്റ് 0,0 എൻ്ററിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻഡിങ് പോയിന്റ് ഒരു 200 കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് 200 ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. അപ്പൊ നമുക്കത് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓർഡിനേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ട, നമുക്ക് ആ ഒരു 200 എക്സിന്റെ ഡയറക്ഷനും ഇനിയിപ്പോ വൈയുടെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 0 ആണ്. മനസ്സിലായില്ലേ? എക്സിന്റെ ഡയറക്ഷൻ ആണ് 200 എടുക്കുന്നത്. വൈക്ക് അവിടെ വാല്യൂ ഇല്ല. കാരണം വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിൽ നിന്നുള്ള കാരണം വൈക്ക് അവിടെ 0 ആയ കാരണമാണ് അവിടെ 0 കാണിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ വൈയുടെ ഒറിജിനിൽ നിന്ന് വൈ ഡയറക്ഷനിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഒറിജിനിൽ എക്സിനും വൈക്കും 0 ആണ്. അണ്ടം എക്സിന് മാത്രമാണ് 200 കൊടുത്തിട്ടുള്ളത്. വൈ എപ്പോഴും 0 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഓർഡിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ജോഗ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജോഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ സർക്കിളിലൊക്കെ ജസ്റ്റ് ജോഗ്ഡ് ലൈനിൽ കാണിച്ചു തരും. ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ ജോഗ്ഡ് ലൈനിൽ കാണിച്ചു തരും. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ആ ഡൈമെൻഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഈ ഡൈമെൻഷൻ ഞാനിപ്പോ ലീനിയറും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡൈമെൻഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ലീനിയർ എടുത്ത് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കോമ എന്ന് ഉദ്ദേശിക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിന്റെ കളർ മാറ്റണം, ഇതിന്റെ എയറോ ഹെഡ് കാണുന്നില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുമ്പോ നമ്മൾ ഡൈമെൻഷൻ സ്റ്റൈലിൽ പോകും. ടെക്സ്റ്റ് സ്റ്റൈൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്നതാണ് ഡൈമെൻഷൻ സ്റ്റൈൽ. ഇവിടെ ഡി എൻ്റർ അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഡൈമെൻഷൻ സ്റ്റൈൽ വരാം കേട്ടോ. അപ്പൊ ഡി എൻ്റർ അടിക്കുക. നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഉണ്ട്, ISO ഉണ്ട്. ഇത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ ISO 25 എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യുന്ന ഒരു ഡൈമെൻഷൻ ആണ്, റൂൾസ് ഒക്കെ പാലിച്ച്. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്താണ്, അതിന്റെ
ന്യൂ എടുത്തിട്ട് നമ്മളിവിടെ പേര് കൊടുക്കും, ABC അങ്ങനെ പേര് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഉള്ളതിന് നമുക്ക് മോഡിഫൈ ചെയ്യാം. അത് ചെയ്യണേക്കാട്ടി ഭേദം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോ റെഡ് യെല്ലോ എന്നൊക്കെ പല ഡൈമെൻഷൻ ഉണ്ടാവും. അപ്പൊ കുറെ ഡൈമെൻഷൻ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ച് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പൊ ABC എന്നുള്ളതിനെ കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കളർ എന്നുള്ള കൊടുത്ത് ഇവിടെ നമുക്കിപ്പോ റെഡ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ റെഡ് കൊടുക്കാം. ഓക്കെ, ലൈനിന്റെ കേസാണ്. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമുക്ക് ഡൈമെൻഷന്റെ കളർ. ഡൈമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാല് ആ നമ്മളെ ടെക്സ്റ്റ് എവിടെയാണ് കെടുക്കുന്നത്, അതാണ് ഡൈമെൻഷൻ ലൈൻ. ഇനി ലൈൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ടഡാ, അത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാം. ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ലൈനിന്റെ തിക്നെസ് കൂട്ടാം, ഡൈമെൻഷൻ ലൈനിന്റെ തിക്നെസ് കൂട്ടാം, എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാം. ഇനി ഇവിടെ ഒരു ഭാഗത്ത് നമുക്ക് ഡൈമെൻഷൻ ലൈൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്രസ് ചെയ്യാം. കണ്ട, നമുക്ക് ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. അടുത്ത രണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സപ്രസ് ചെയ്ത് കളയാം. ഇതാണ് ഡൈമെൻഷൻ ലൈൻ കേട്ടോ. ഡൈമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാല് നമ്മളെ അളവ് ഏത് ലൈനിന്റെ മുകളിലാണ് കാണിക്കുന്നത്, അതാണ് ഡൈമെൻഷൻ ലൈൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിന്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഇനി എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിലുള്ള ലൈനാണ് എക്സ്റ്റൻഷൻ ലൈൻ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെഡ് തന്നെ കൊടുക്കണം, റെഡ് കൊടുക്കുക. അതുപോലെ ലൈൻ ടൈപ്പും ലൈൻ വെയിറ്റും എല്ലാതും, പിന്നെ വേണമെങ്കിൽ സപ്രസും, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം കേട്ടോ. ഇതാണ് ലൈനിന്റെ കേസിൽ. ഇനി സിമ്പിൾസ് ആൻഡ് ഏരോസിൽ നമുക്ക് ഏരോ എങ്ങനെ വേണമെന്ന് ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് ഏരോ, സെക്കൻഡ് ഏരോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഏരോസിന്റെ സൈസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അളവിലുണ്ടാവുന്ന വ്യത്യാസം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകുന്നുള്ളൂ, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇനി ഇവിടെ ടെക്സ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചുള്ള ടെക്സ്റ്റ് ഇവിടെ വരും. സ്റ്റൈൽ 1 നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുത്തു. ടെക്സ്റ്റിന്റെ കളർ ഞാൻ യെല്ലോ കൊടുത്തു. ഫിൽ കളർ വേണമെങ്കിൽ കൊടുക്കട്ടോ. ഫിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നത് അതിന്റെ ഉള്ളിൽ നമ്മളെ ടെക്സ്റ്റ് വരും. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഹൈറ്റ് ഒക്കെ ഇവിടെ കൊടുക്കുമ്പോ എന്താ പ്രശ്നം വെച്ചാലേ, നമ്മളെ ടെക്സ്റ്റും ഏരോയ്ക്കും സെയിം അനുപാതം വേണം. അപ്പൊ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതും ഏരോ കൊടുക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിനെ ചെയ്യാം. IS വരെ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിനെ മോഡിഫൈ അല്ല, ന്യൂ കൊടുത്തിട്ട് ABC കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡിന് തന്നെ ചെയ്തോട്ടോ. നമ്മൾ കളർ കൊടുത്തു, രണ്ടിനും കളർ കൊടുത്തിട്ടുണ്ട്. ഇനി സിമ്പിൾസ് ആൻഡ് ഏരോസിൽ ഞാൻ വേറൊരു സിമ്പിൾ ഡോട്ടഡ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് രണ്ടിനും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെഡ് കൊടുത്തു. ഇനി ടെക്സ്റ്റിന്റെ പ്ലേസ്മെന്റ് കണ്ട, എബോവ് എന്ന് പറഞ്ഞാല് നമ്മളെ ഡൈമെൻഷൻ ലൈനിന്റെ മുകളിൽ, ഔട്ട് സൈഡ് എന്ന് പറഞ്ഞ ഡൈമെൻഷൻ ലൈനിന്റെ പുറത്തായിരിക്കും. നമുക്ക് സെന്റേർഡ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഡൈമെൻഷൻ ലൈനിന്റെ സെന്ററിൽ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഓവറോൾ സ്കെയിൽ ആയിട്ട് കൊടുത്താൽ മതി. ഓവറോൾ സ്കെയിൽ ഇപ്പൊ 20 കൊടുത്തു എന്ന് വിചാരിക്കേ. ഇപ്പൊ ടെക്സ്റ്റിൻ്റെതും ഇതിന്റെ ടെക്സ്റ്റിൻ്റെതും നമ്മളെ ഏരോന്റെ സൈസും ഒരുമിച്ച് 20 കൺവേർട്ട് ആവും. ഓക്കെ, ഇനി ഇവിടെ പ്രൈമറി യൂണിറ്റ് ഉണ്ട്, അത് ഞാൻ എടുത്തു തരാം കേട്ടോ. അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, അത് നമ്മൾ യൂസ് ചെയ്യാറ് കുറവാണ്. ഓക്കെ, ഇപ്പൊ ഇത്ര ആണ് സെന്റിമീറ്ററിലാണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രിഫിക്സും സഫിക്സും എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫ്രണ്ടിൽ വരും. സഫിക്സ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ ഇത് കഴിഞ്ഞിട്ട് വരും. ഏത് നമ്മ കൊടുത്തുള്ള അളവിന് ശേഷം വരും. സഫിക്സിൽ ഞാൻ എഴുതി, നമുക്ക് നോക്കാം, മാറ്റാം. ഓക്കെ പറഞ്ഞു, സെറ്റ് കറന്റ് പറഞ്ഞു. ഇപ്പൊ നമുക്ക് കറന്റ് ഡൈമെൻഷൻ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? നമ്മൾ സഫിക്സിൽ കൊടുത്ത കാരണമാണ്, എന്ന് കൊടുത്ത കാരണമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഏരോടെ സൈസ് കൂടുന്നില്ലല്ലേ. അപ്പൊ എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മ ഫിറ്റ് പ്രൈമറി യൂണിറ്റ് ഫിറ്റിലാണ് നമ്മൾ കൊടുത്തത് ഓവറോൾ സ്കെയില്. അതായത് ടെക്സ്റ്റും രണ്ടും ഒരുമിച്ച് ഒരൊറ്റ രീതിയിൽ ഓരോ അനുപാതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലുതാക്കാൻ പറ്റും. പക്ഷെ ടെക്സ്റ്റിന്റെ കണ്ട നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തൊരു പ്രശ്നമൊക്കെ എടുക്കാണ്. ആരോ കളിച്ചിട്ട് അലൈൻമെന്റില എന്തൊരു ഓപ്ഷൻ ഓഫ് ആയി എടുക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് ഉണ്ടാവില്ല കേട്ടോ. അത് എന്തോ ബഗ് കിട്ടിക്കെടുക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റിന്റെ അവിടെ ടെക്സ്റ്റ് സൈസ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ 20 കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് കറന്റ് ക്ലോസ് പറയുമ്പോൾ 20 ഒന്നും കൊടുക്കണ്ട.
മോഡിഫൈ പറയാം, 2 കൊടുത്ത് ഓക്കെ. സെറ്റ് കറന്റ് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഡൈമെൻഷൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് ഇപ്പോ ഇഞ്ചസിൽ ഇതിന്റെ അളവ് കാണിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മ പ്രൈമറി യൂണിറ്റ് യൂസ് ചെയ്യാടാ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് നമുക്ക് അത് യൂസ് വരുന്നില്ല. ഇനി വേണമെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലീഡർ വരുന്നുണ്ട്. ലീഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം ഒരു ഒബ്ജക്റ്റിനെ കാണിച്ച് അതെന്താന്ന് സ്പെസിഫൈ ചെയ്യണം. സ്ക്രീനിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ സർക്കിൾ ഉണ്ട്, നമ്മളിവിടെ ലീഡർ എടുത്ത് ഇതിനെ സെലക്ട് ചെയ്തു നമ്മൾ എന്ത് ചെയ്യാം, F8 ഓഫ് ആക്കിയിട്ട് ലീഡർ വരക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതിനാണ് ലീഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ലീഡർ സ്റ്റൈല് മാറ്റാം കേട്ടോ. ലീഡർ സ്റ്റൈലിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ന്യൂ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേര് കൊടുത്ത് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ട നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് സ്പ്ലെയിൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് വളഞ്ഞ് വരും, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാല് കറക്റ്റ് നേരായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ സ്പ്ലെയിൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു വളഞ്ഞ ടൈപ്പ് ആയിരിക്കും ലീഡർ ഉണ്ടാവും. അപ്പൊ ലീഡർ ഫോർമാറ്റിൽ നമുക്ക് കളർ കൊടുത്തു. ഇനി ലൈൻ ടൈപ്പ്, ആരോ സൈസ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ലീഡർ സ്ട്രക്ചറിൽ വന്നാലും മാക്സിമം പോയിന്റ് 2 ആണ്. 2 എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ പോയിന്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ തന്നെ ആയിരിക്കും നമുക്ക് ടെക്സ്റ്റ് എഴുതാൻ കിട്ടുക. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3 പോയിന്റ് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ലീഡർ ഫോർമാറ്റിൽ നമുക്ക് ആരോ സൈസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആരോ ഹെഡിന്റെ സൈസും ആരോന്റെ എങ്ങനെ വേണം, ആരോ ഹെഡ് എങ്ങനെ വേണം എന്നൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ലീഡർ സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓവറോൾ സ്കെയിൽ ഉണ്ട്, ഇതിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ 20 കൊടുത്തു. പിന്നെ നമുക്കിവിടെ കണ്ടന്റിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്കിവിടെ സ്റ്റാൻഡേർഡും ഉണ്ട് അനോട്ടേറ്റീവ് ഉണ്ട്. അപ്പൊ ഇവിടെ ടെക്സ്റ്റില് നമ്മളെ മൾട്ടി ലീഡർ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബ്ലോക്കും ഉണ്ട് ടെക്സ്റ്റും ഉണ്ട്. ബ്ലോക്ക് എന്താ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അറ്റാച്ച്മെന്റ് ഇവിടെ ഉണ്ട്, അതും നോക്കാം കേട്ടോ. ഓക്കെ പറയാം, സെറ്റ് കറന്റ് പറയാം, ക്ലോസ് പറയാം. നമുക്ക് ലീഡർ എടുത്ത് വരക്കുമ്പോ അമ്മ കൊടുത്ത ആ ഒരു 3 പോയിന്റ് കൊടുത്തതിന് മനസ്സിലായില്ലേ. രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ പോയിന്റ് എവിടെ വേണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ ടെക്സ്റ്റ് വരാട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റ് കേട്ടോ. ആ ടെക്സ്റ്റിൽ എന്തോ ഒരു ടെംപ്ലേറ്റ് എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്, മെട്രിക്സിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ടെംപ്ലേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ലീഡർ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡിഫൈ ചെയ്യാം കേട്ടോ. കണ്ടന്റിൽ കണ്ടോ, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഹൈറ്റ് മാറ്റാൻ പറ്റുന്നുണ്ട്. അത് ആ ടെംപ്ലേറ്റിലുള്ള ഒരു ചേഞ്ച് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലീഡർ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണോ ചെക്ക് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റും ലീഡറിന്റെ സൈസും സെയിം ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഓവറോൾ സ്കെയിൽ സ്പെസിഫൈ ചെയ്യാം കേട്ടോ. 20 കൊടുത്തു കഴിഞ്ഞാൽ 2 ടെക്സ്റ്റും നമുക്ക് 20 ഡിസ്റ്റൻസിൽ കിട്ടും. ഇനി ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് വേണോ സ്പ്ലെയിൻ വേണോ കളർ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മ എന്ത് ചെയ്തു കൊണ്ടോ, ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയണത് 1 മിനിറ്റ്, നമുക്കിവിടെ ജസ്റ്റ് 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ആഡ് ലീഡറിന്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആഡ് ലീഡർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ 2 സെയിം സർക്കിൾ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ 2 സെയിം സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ലീഡർ വെച്ചിട്ട്, അല്ലെങ്കിൽ സെയിം ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലീഡർ വരച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് സെയിം സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആഡ് ലീഡർ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സെയിം ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ലീഡർ പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റിമൂവ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ,
റിമൂവ് ലീഡർ എടുക്കുക, സെലക്ട് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ലീഡറിൽ തന്നെ അലൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അലൈൻമെന്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലീഡർ വൃത്തിയില്ലാണ്ട് നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അലൈൻ ചെയ്തിട്ട് ഒരു നീറ്റ്നെസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങനൊക്കെ ലീഡർ വരുമ്പോൾ നമുക്കൊരു വൃത്തിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് നീറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അലൈൻഡ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിക്കാം ലീഡറിൽ. അപ്പൊ അലൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മൊത്തം സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പൊ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഏതിനോടാണ് അലൈൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഏത് ലീഡറിനോടാണ് ആദ്യം എല്ലാ ലീഡർ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, ഏത് ലീഡറിനോടാണ് നമുക്ക് അലൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടാം എൻ്റർ അടിച്ചതിന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, കുറെ ഓപ്ഷൻ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും അലൈൻ ചെയ്യാനുള്ളത്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും കേട്ടോ. എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ട. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിലായിരിക്കും ഡിഫോൾട്ട് ഉണ്ടാവുക. ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ മേക്ക് ലീഡർ സെഗ്മെന്റ് പാരലൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിനോട് കറക്റ്റ് പാരലായിരിക്കും ബാക്കിയുള്ള ലീഡർ. അപ്പൊ കാണാൻ കുറച്ചും കൂടി വൃത്തി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ, മേക്ക് ലീഡർ സെഗ്മെന്റ് പാരലൽ. ഇനി നമുക്ക് ഇവിടെ സ്പെസിഫൈ സ്പേസിങ്, നമ്മൊരു 10 സ്പേസിങ് കൊടുത്തിട്ട് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്താൽ 10 സ്പേസിങ്ങിലായിരിക്കും ബാക്കി എല്ലാതും വരാം. കണ്ട, നമുക്ക് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ആ ഒരു സ്പേസിങ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി യൂസ് കറന്റ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അലൈനിൽ തന്നെ. കറന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആ സ്പേസിങ്ങിൽ തന്നെ നമുക്ക് അലൈൻ ചെയ്യാം. അവിടെ ഓപ്ഷനിൽ ഇപ്പോൾ എടുത്തോളാം കേട്ടോ. ഓപ്ഷനിൽ ജസ്റ്റ് എടുത്തിട്ട് കറന്റ് സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സ്പേസിലാണോ അതിൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കളക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കളക്ട് യൂസ് ചെയ്യുമ്പോഴേ ടെക്സ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മ ലീഡർ സ്റ്റൈലിൽ വന്നിട്ട് ഈ നമ്മ ക്രിയേറ്റ് ചെയ്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കണ്ടന്റ് എന്നുള്ളത് ടെക്സ്റ്റ് മാറ്റിയിട്ട് ബ്ലോക്ക് ആക്കാം. അപ്പൊ ഈ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാല് നമുക്കിവിടെ ബ്ലോക്ക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ക്ലാസ്സിൽ, ഫർദർ ക്ലാസ്സിൽ. അപ്പൊ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർക്കിളിനുള്ളിൽ നമ്പറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു സർക്കിൾ എടുത്ത് ഓക്കെ പറഞ്ഞു, സെറ്റ് കറന്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലീഡർ എടുത്ത് കണ്ട ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരും. നമ്പർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലീഡറിന്റെ അകത്ത്. ഇപ്പൊ ബോക്സ് അല്ല ചതുരം വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ പോയിട്ട് സ്ക്വയർ സെലക്ട് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് നമുക്ക് ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ബ്ലോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് കളക്ട് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഈ ഒരു കേസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനെ ഒരു ഫിഗറിനെ കുറെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താന്ന് ഇവിടെ ഒരു ബോക്സിൽ എഴുതി വെക്കുക, എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഒറ്റ ലീഡറിന്റെ ആവശ്യം മതി ശരിക്കും പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയാണ് കളക്ട് യൂസ് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം കളക്ട് ചെയ്ത് എൻ്റർ അടിച്ചിട്ട് ഒരൊറ്റ ലീഡർ ആക്കിയിട്ട് ഇങ്ങനെ സൂചിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒറ്റ ഒബ്ജക്റ്റ് ആയ കാരണം കളക്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടേബിൾ വരുന്നുണ്ട്. ഈ ടേബിളില് നമുക്ക് കുറെ ഓപ്ഷൻ, ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ടേബിൾ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തരാം. ഇമ്പോർട്ടന്റ് ആണ് വെച്ചാൽ നമ്മൾ ഈ ടേബിൾ അല്ലേ യൂസ് ചെയ്യാം. ആട്രിബ്യൂട്ട് വെച്ചിട്ടുള്ള ഒരു ടേബിൾ ക്രിയേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫർദർ ആയിട്ട് നമ്മൾ ടേബിളിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഈ ടേബിളിൽ കോളം റോയും വിട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ പറയാം, പ്ലേസ് ചെയ്യാം, നമുക്ക് വേണ്ട ടൈപ്പ് ചെയ്യാം. ഈ ടേബിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ടൈറ്റിൽ ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഹെഡിങ് കൊടുക്കുക, ബാക്കിയുള്ളത് ഡാറ്റ ആക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. റോയും കോളം എത്ര വേണമെന്ന്. അപ്പൊ ഈ റോ എന്ന് പറയണത് ഈ ഹെഡറും ഡാറ്റയും കഴിഞ്ഞിട്ടുള്ളതിനാണ് റോ ആയിട്ട് കൺസിഡർ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എത്ര റോ, ഒരു റോ ആണ് നമുക്ക് കൊടുത്തത്. ആ ഒരു റോ എന്ന് പറയുന്നത് ആദ്യത്തെ ഹെഡിങ്ങും പിന്നത്തെ ഡാറ്റയുടെ ഹെഡിങ്ങും, ഡാറ്റയുടെ അല്ല ആദ്യത്തെ ടൈറ്റിലും പിന്നത്തെ ഹെഡിങ്ങും കഴിഞ്ഞിട്ടാണ് നമുക്ക് റോ ആയിട്ട് വരാം കേട്ടോ. ഫസ്റ്റത്തെ ഈ കേസിൽ നമുക്ക് ഫസ്റ്റത്തെ ടൈറ്റില്, പിന്നെ നമുക്ക് ഹെഡിങ് കണ്ട ഈ രണ്ടാമത്തെ റോയില് ഹെഡിങ്, മൂന്നാമത്തതാണ് നമുക്ക് റോ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇത് ഈ ടേബിളിൽ തന്നെ നമുക്ക് ഇവിടെ
ഫ്രീ സ്പെസിഫൈ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര കോളം വേണം റോ വേണം നമുക്ക് സ്പെസിഫൈ ചെയ്യാം. റോ അല്ല കോളം പെർമനന്റ് ആയിരിക്കും. റോ എത്ര വേണം നമുക്ക് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണ്ട ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ ഹെഡിങ് കൊടുക്കാം, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെർജ് ഒക്കെ ചെയ്യാം. നമുക്കിപ്പോ ഈ ഒരു റോ ഒരൊറ്റ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെർജ് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെർജ് ഓള് കൊടുത്താൽ നമുക്ക് ആ ഭാഗത്ത് മെർജ് ആയി കിട്ടും. ഓക്കെ, ടെക്സ്റ്റിന്റെ കളറും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ വരക്കാം കേട്ടോ. ടേബിള് നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുക. അപ്പൊ അത് അടുത്ത ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലെയറാണ് എടുക്കുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ബ്ലോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മ ബാക്കി എടുക്കുന്നതായിരിക്കും.